അത് നല്ലതാണ്, ഇത് നല്ലതാണ്, ഇത് എക്യുപ്മെന്റ്സ് ചൂസ് ചെയ്യണം, എങ്ങനത്തെ എക്യുപ്മെന്റ്സ് ചൂസ് ചെയ്യണം. ഒഫീഷ്യൽ ചീസ് വാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഉണ്ടായിട്ടില്ല. ബിക്കോസ് വി ഡിഡ്ന്റ് ഹാവ് ദ ബഡ്ജറ്റ് ഫോർ ഇറ്റ്. ആക്ച്വലി എൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ടൈൽസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലാവരും അഭിപ്രായം അത് നല്ലതാണ്, ഇത് നല്ലതാണ്. സോ അങ്ങനെ കുറേ ഒപ്പീനിയൻസ് വന്നിട്ടുണ്ടാവും സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ഹൗ ഡു മാനേജ് ദ ഒപ്പീനിയൻസ്? ബിക്കോസ് എക്യുപ്മെന്റ്സ്, ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് ഉണ്ടാവും, ഏത് എക്യുപ്മെന്റ്സ് ചൂസ് ചെയ്യണം, എങ്ങനത്തെ എക്യുപ്മെന്റ്സ് ചൂസ് ചെയ്യണം. ഓൾസോ വേർ ഷുഡ് ബി സോഴ്സ് ഇറ്റ്. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇങ്ങനെ എല്ലാം നമ്മൾ ഒരുമിച്ച് വയ്ക്കുമ്പോഴാണ് ഓക്കെ ദ ഹോൾ ഔട്ട്പുട്ട് കംസ്. ഹൗ ഡു മാനേജ് ഇറ്റ്? സോ ഈ ചീസ് മേക്കിംഗ് നമ്മൾ ഈ ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ ബിസിനസ് ഐഡിയ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമുക്ക് ഈ എക്യുപ്മെൻറ്റ്സ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സോ നമ്മൾ ആദ്യത്തെ 3 years ഒരു ഒഫീഷ്യൽ ചീസ് വാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എന്താ ചെയ്യുന്നത്, നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് കോയമ്പത്തൂർ. സോ ഹീ ഈസ് ഡൂയിങ്, ആൾക്കൊരു ഫാക്ടറി ഉണ്ട്. ഈസ് ഡൂയിങ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബിസിനസ്. ബട്ട് ഹീ ഹാസ്, ആൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് സോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫുഡ് ഗ്രേഡ് 305 മെറ്റീരിയൽ. ആൻഡ് വാട്ട് വി ഡിഡ് ഇസ്, നമ്മൾ തന്നെ, ഞാനിപ്പം US-ലും അല്ലെങ്കിൽ വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള ഈ ചീസ് വാറ്റിൻ്റെ ഒരു പിക്ചർ റെഫറൻസ് കൊടുത്തു. അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എത്ര വേണമെന്ന് കൊടുത്തു. അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ആളായിട്ട് ഇരുന്ന് ഒരു പേപ്പറിൽ വരച്ചു. ബിക്കോസ് ഈ ചീസ് വാറ്റ്സ് നമുക്ക് ഇനീഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈവൻ ഫോർ 100 ലിറ്റർ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ 100 ലിറ്റർ ഒരു ചീസ് വാറ്റ് നമ്മളത് നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് പണിയിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റീൽ മെറ്റീരിയൽ, ഫുഡ് ഗ്രേഡ് സ്റ്റീൽ മെറ്റീരിയലിൽ അവൈലബിൾ ആയിട്ടുള്ള വെൻഡേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് നിന്ന് ചെന്ന് സംസാരിച്ച് ഈ ഡിസൈനിൽ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കി തരാമോ, ഇതാണ്. അപ്പം ഒരു ചീസ് കട്ടറുണ്ട്. ഈ ചീസ് കട്ടറിന് ഇന്ന് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ കൊടുത്ത് അവിടെ ലോക്കലി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഡിസൈൻ ചെയ്ത് അങ്ങനെ എടുത്തു. അപ്പോൾ ആദ്യത്തെ 3 years കാരണം എന്ന് പറഞ്ഞാൽ ഒന്നത് ഇപ്പം ഡയറി എക്യുപ്മെൻറ്റ്സ് സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യം അധികം അവൈലബിൾ അല്ല. അപ്പം അത് ഭയങ്കര എക്സ്പെൻസീവും കൂടെ. പിന്നെ നമ്മൾ സോഴ്സ് ചെയ്യാൻ നമ്മൾ റെഡി ആവണമെങ്കിൽ ബേസിക്കലി നമ്മളൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്തിട്ടും കാര്യമില്ല. യു നീഡ് ദറ്റ്, അതിൻ്റെ ഉള്ള പൈപ്പ് ലൈൻ, അതിൻ്റെ ഉള്ള അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സോഴ്സ് ചെയ്യാനുള്ള ആ കപ്പാസിറ്റിയിലോട്ട്, ആ വോളിയത്തിലോട്ട് നമ്മൾ ഗ്രോ ചെയ്താലാണ് it will be affordable for you. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ചീസ് വാറ്റ്, ഈ പാസ്ചറൈസർ മെഷീൻ, ഹോമോജനൈസർ മെഷീൻ ഒക്കെ സോഴ്സ് ചെയ്തത് ബേസിക്കലി 2024 ബിഗിനിങ്ങിലാണ്. ദാറ്റ് ഇസ് ലാസ്റ്റ് ഇയർ ബിഗിനിങ്. അതുവരെയുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും വി ഡിസൈൻഡ് ഇറ്റ് ബിക്കോസ് വി ഡിഡ്ന്റ് ഹാവ് ദ ബഡ്ജറ്റ് ഫോർ ഇറ്റ്. പിന്നെ അത് എല്ലാം ഇപ്പം നമ്മൾ അതിന് ആവശ്യമുള്ള എല്ലാ പൈപ്പ് ലൈൻസൊക്കെ നമ്മളിപ്പം ഒരു ഫാക്ടറീസിലൊക്കെ പോയി റെഫറൻസ് എടുത്ത് പിന്നെ ഓരോരുത്തരോടൊക്കെ സംസാരിച്ച് ചില ഡയറി ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങനെയൊക്കെ സംസാരിച്ച് അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള റെഫറൻസ് നമ്മൾ വീഡിയോ നോക്കി, ഇപ്പോൾ ഇതിങ്ങനെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ചീസ് കേവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് ചീസ് കേവ് എന്ന് പറയുന്നത് നമ്മൾ വൈനൊക്കെ വീര്യം കൂട്ടാൻ വേണ്ടി ഒരു അണ്ടർഗ്രൗണ്ട് വൈൻ റൂമിൽ വെക്കത്തില്ലേ, അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചീസ് കേവ് ഉണ്ട്. ഈ ചീസ് കേവ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് നമ്മുടെ ഈ ഔട്ട് ഹൗസിൽ ഒരു കുഞ്ഞ് റൂം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ കംപ്ലീറ്റ്ലി വാൾസ് ഒക്കെ മറ്റേ ഫുൾ സീൽ ചെയ്തു. അതായത് കോൾഡ് ടെമ്പറേച്ചർ ആ റൂമിന് നമ്മൾ ഫ്രിഡ്ജാക്കി കൺവേർട്ട് ചെയ്യുക ചെയ്തത്. കോൾഡ് ലോജിസ്റ്റിക്സ് ഇസ് ഡിഫിക്കൽട്ട് ഇൻ ഹിയർ. അപ്പം നമ്മളിപ്പം ഇവിടെ കേരളത്തിലിപ്പോൾ ഫ്രിഡ്ജ്, റെഡിമെയ്ഡ് ഫ്രിഡ്ജും ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പം അന്നേരം നമുക്ക് നമ്മുടെ ഉള്ള ബഡ്ജറ്റ് കൊണ്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ പണ്ട് പഠിച്ച എൻജിനീയറിംഗ് സ്കില്ലൊക്കെ പൊടി തട്ടിയെടുത്ത് എൻജിനീയറിംഗ് ബുക്കൊക്കെ മറിച്ച് സോ ബേസിക്കലി ഫ്രെഡിയും എൻ്റെ ഹസ്ബൻഡ് ജോസഫും കൂടിയാണ് അതിൻ്റെ കംപ്ലീറ്റ് മാത്തമാറ്റിക്സും അതിൻ്റെ എൻജിനീയറിംഗ് തിങ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എൻജിനീയറിംഗ് 4 കൊല്ലം പഠിച്ചത് വെറുതെ ആയില്ല.